ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫൊറിയർ ഇന്റഗ്രൽ റിപ്രസെന്റേഷനും അതുപോലെ ഇവാലുവേറ്റ് എന്ന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് കണ്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പുതിയൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ KTU എഞ്ചിനീയറിംഗ് എക്സാംസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിപ്രസെന്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ എക്സ് വെയർ എക്സ് ആൻഡ് കെ ഗ്രേറ്റർ ദാൻ സീറോ ആസ് എ ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് കെ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഒരു ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ ആയിട്ടാണ് റിപ്രസെന്റ് ചെയ്യേണ്ടുന്നത്. അത് മാത്രമല്ല നമ്മൾ എന്തും കൂടെ കണ്ടുപിടിക്കണം. ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി കോസ് ലാംഡ എക്സ് ബൈ വൺ പ്ലസ് ലാംഡ സ്ക്വയർ ഡി ലാംഡ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയാവുന്ന നമ്മുടെ ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ റിപ്രസെന്റേഷൻ അങ്ങ് എഴുതാം. ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട എഫ് ഓഫ് എക്സിന്റെ ഫോർമുലയാണ് ഞാൻ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ആൻഡ് ഇതിലെ ഈ എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സെക്കൻഡ് തന്നിരിക്കുന്നത്. സോ ഈ രണ്ട് ഫോർമുലാസും പഠിച്ചു വെക്കുക. ഫസ്റ്റ് നമുക്ക് എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന ഇന്റർവെൽ എന്ന് പറയുന്നത് എന്താണ്? സീറോ ടു ഇൻഫിനിറ്റി ആണ് അല്ലെ. അപ്പൊ നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് കെ എക്സ് ആണ്. അവിടെ നമുക്ക് തന്നിരിക്കുന്ന റേഞ്ച് എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ സീറോ. എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇത് രണ്ടും സെയിം തന്നെയാണ്. സോ ആക്ച്വലി നമ്മളിവിടെ എ ഓഫ് ഒമേഗയ്ക്ക് നമ്മുടെ ഇന്റഗ്രലിന്റെ ലിമിറ്റ്സ് മാറ്റേണ്ട ആവശ്യമില്ല. അതിനെ 2/π ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എന്ന് തന്നെ നമുക്ക് എടുത്താൽ മതി. ഇനി അകത്ത് എഫ് ഓഫ് എക്സ് ഉണ്ട് അല്ലെ. എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഇ റേസ് ടു മൈനസ് കെ എക്സ് ഇട്ട് കൊടുക്കുക. ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ഇത് നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുലയാണ് അല്ലെ. ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ ബിയുടെ സ്ഥാനത്ത് ഏതാണ്? ഒമേഗയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? എയുടെ സ്ഥാനത്ത് എന്താ ഇവിടെ കിടക്കുന്നത്? കെ ആണ് അല്ലെ. സോ കെ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് നമുക്ക് എ ഓഫ് ഒമേഗ കിട്ടും. എ ഓഫ് ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഫ് ഓഫ് എക്സിൽ ഇട്ട് കൊടുക്കാം. എ ഓഫ് ഒമേഗ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി 2/π കെ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. പിന്നെ ഈ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ അതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇന്റഗ്രലിന്റെ പുറത്തേക്ക് കോൺസ്റ്റൻസിനെ എടുക്കാം. അപ്പൊ 2k/π പുറത്ത് വരും. ഇന്റഗ്രലിന്റെ അകത്ത് ഒമേഗയുടെ ടേംസ് എല്ലാം ഇട്ടേക്കണം. സോ കോസ് ഒമേഗ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ എന്നാണ് നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടുന്നത്. സോ നമ്മുടെ ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ റിപ്രസെന്റേഷൻ കഴിഞ്ഞു. ഇനി നമ്മളോട് സെക്കൻഡ് പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റനിൽ ഡെഡ്യൂസ് ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി കോസ് ലാംഡ എക്സ് ബൈ വൺ പ്ലസ് ലാംഡ സ്ക്വയർ ഡി ലാംഡ. അതായത് ഇവിടെ നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് എന്താ? നമ്മുടെ എഫ് ഓഫ് എക്സ് കിട്ടി അല്ലെ. ഈ പാർട്ടില് ഈ ഒമേഗയുടെ സ്ഥാനത്തെല്ലാം ലാംഡ ചേർത്തിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ക്വസ്റ്റനിൽ ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഇന്റഗ്രലിനെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഈക്വൽ ടു, നമുക്ക് ഈ 2k/π ഇനി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? പൈ ബൈ 2k ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഇനി നമുക്കിവിടെ ഒമേഗയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? ലാംഡയാണ്. അപ്പൊ ഇവിടെ പുട്ട് ഒമേഗ ഈക്വൽ ടു ലാംഡ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനത്തിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി കോസ് ലാംഡ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയർ ഡി ലാംഡ ഈക്വൽ ടു പൈ ബൈ 2k ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് വരും അല്ലെ. അപ്പൊ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന അനുസരിച്ച് ഇ റേസ് ടു മൈനസ് കെ എക്സ് ആണ്. അപ്പൊ ഞാൻ ഈ എഫ് ഓഫ് എക്സിനെ മാറ്റിയിട്ട് അവിടെ ഇ റേസ് ടു മൈനസ് കെ എക്സ് എന്നങ്ങ് റീറൈറ്റ് ചെയ്യാണ്. ഇനി നമ്മുടെ ക്വസ്റ്റൻ ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ. ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി കോസ് ലാംഡ എക്സ് ബൈ കെ അല്ല, 1 ആണ് കിടക്കുന്നത് ഈ കെ സ്ക്വയറിന്റെ സ്ഥാനത്ത് അല്ലെ. കെ സ്ക്വയറിന്റെ സ്ഥാനത്ത് 1 ആണ് ക്വസ്റ്റനിൽ കിടക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് കെ എന്ന് പറയുന്നത് 1 ആയിട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ കെ ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി കോസ് ലാംഡ എക്സ് ബൈ കെ സ്ക്വയറിന്റെ സ്ഥാനത്ത് 1 സ്ക്വയർ എന്ന് വരും. അതായത് 1 തന്നെ വരും. 1 പ്ലസ് ലാംഡ സ്ക്വയർ ഡി ലാംഡ ഈക്വൽ ടു, ഈ റൈറ്റ് സൈഡിൽ കെ കിടക്കുന്ന സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ പൈ ബൈ 2k എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു എക്സ്, അതായത് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരും അല്ലെ. നമുക്ക് ഫൈനലി എന്താ കിട്ടുന്ന? ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി കോസ് ലാംഡ എക്സ് ബൈ 1 പ്ലസ് ലാംഡ സ്ക്വയർ ഡി ലാംഡ ഈക്വൽ ടു പൈ ബൈ 2 ഇ റേസ് ടു മൈനസ് എക്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഈ ക്വസ്റ്റ്യനിൽ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഇവിടെയും ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് വെയർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ആൻഡ് 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ പൈ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഫൊറിയർ കൊസൈൻ ഇന്റഗ്രലിൽ നമുക്ക് വേണ്ടുന്ന ഫോർമുലാസ് അങ്ങ് എഴുതാം. അപ്പൊ എഫ് ഓഫ് എക്സിന്റെയും എ ഓഫ് ഒമേഗയുടെയും ഫോർമുലാസ് നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? എ ഓഫ് ഒമേഗ കണ്ടുപിടിച്ചിട്ട് അതിനെ എഫ് ഓഫ് എക്സിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മുടെ ഇന്റഗ്രൽ ലിമിറ്റ്സ് ഒന്ന് നോക്കിക്കേ. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 തൊട്ട് പൈ വരെ സൈൻ എക്സും എക്സ് വാല്യൂ ഗ്രേറ്റർ ദാൻ പൈ ആണെങ്കിൽ അവിടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്. സോ നമുക്ക് നമ്പർ ലൈൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. 0 ടു ഇൻഫിനിറ്റി അല്ലെ എ ഓഫ് ഒമേഗയിൽ വേണ്ടുന്നത്. സോ ഇതിന്റെ ഇടയ്ക്ക് പൈ കൂടി വരുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. സോ പൈ ഇട്ട് കൊടുക്കാം. 0 തൊട്ട് പൈ വരെ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ സൈൻ എക്സും അതുപോലെ പൈ തൊട്ട് ഇൻഫിനിറ്റി വരെ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. സോ നമുക്ക് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇവിടെ ഇന്റഗ്രൽ 0 ടു പൈ പ്ലസ് ഇന്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പൈ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന റീജിയനിൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. സോ നമുക്ക് ഇവിടെ ഇന്റഗ്രൽ 0 ടു പൈ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ എ ഓഫ് ഒമേഗ എങ്ങനെ വരും? 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി നമ്മൾ പറഞ്ഞു. ഇപ്പൊ 0 ടു പൈ ആയി. എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സൈൻ എക്സ് ഇട്ട് കൊടുക്കുക. 0 ടു പൈയില് ഫംഗ്ഷൻ വാല്യൂ സൈൻ എക്സ് ആണ് അല്ലെ. സോ സൈൻ എക്സ് ഇൻറ്റു ബാക്കി ഈ കോസ് ഒമേഗ എക്സ് ഡി എക്സ് അതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഇന്റഗ്രലിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം അല്ലെ. ഈ ഇന്റഗ്രലിന്റെ അകത്ത് കിടക്കുന്ന സാധനം ഒന്ന് നോക്കിക്കേ. സൈൻ എക്സ് കോസ് ഒമേഗ എക്സ്. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? സൈൻ എ കോസ് ബി എന്നുള്ളൊരു ഫോമിലല്ലേ. ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സും അതുപോലെ ബിയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? ഒമേഗ എക്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് സൈൻ എ കോസ് ബി അല്ലെങ്കിൽ കോസ് എ സൈൻ ബി, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട കുറച്ച് ഫോർമുലാസ് ഏതൊക്കെയാണെന്ന് ഞാൻ എന്റെ ഫൊറിയർ ഇന്റഗ്രൽ ഫസ്റ്റ് വീഡിയോയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു നോക്കുക. അതിൽ നമുക്ക് ഫൊറിയർ ഇന്റഗ്രൽ പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫോർമുലാസും ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടുന്നത് 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. നമുക്ക് എ ഓഫ് ഒമേഗയുടെ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മുടെ ഇപ്പൊ എഴുതിയ ഈ ഫോമുല ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാലോ. അപ്പൊ ഇവിടെ എന്ത് വരും? 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു പൈ. നമ്മുടെ ഈ ഒരു സാധനത്തിനെ നമ്മളിപ്പോ ഫോമുലയാക്കി മാറ്റാൻ പോവാം. അതായത് 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബിയുടെ സ്ഥാനത്ത് എക്സ് പ്ലസ് ഒമേഗ എക്സ് എന്ന് വരും. അതുപോലെ അടുത്ത ടേം എന്താ വരുന്നത്? സൈൻ എ മൈനസ് ബി, അതായത് എക്സ് മൈനസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ 1/2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആ, അതിനെ നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ ടൂവും കൂടെ അങ്ങ് ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 1/π ഇന്റഗ്രൽ 0 ടു പൈ. ഈ ടേം ഒന്ന് നോക്കിക്കേ, സൈൻ എക്സ് പ്ലസ് ഒമേഗ എക്സ്. അതിൽ നിന്നും നമുക്ക് ആ എക്സിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അതായത് സൈൻ എക്സിനെ പുറത്തെടുത്ത് കഴിയുമ്പോൾ പിന്നുള്ളത് 1 പ്ലസ് ഒമേഗ എക്സ് ഇങ്ങനെ പുറത്ത് വന്നു. ഇത് ഇത്രയും സൈനിന്റെ ഉള്ളിലാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്ത ടേമിലും ചെയ്യാം. അതായത് സൈൻ എക്സ് മൈനസ് ഒമേഗ എക്സിൽ നിന്നും എക്സിനെ കോമൺ എടുക്കാം. അപ്പൊ എന്ത് വരും? 1 മൈനസ് ഒമേഗ എക്സ് പുറത്ത് വരും അല്ലെ. പിന്നെ ഇതിനെ ഡി എക്സ് കൂടി ഇടാൻ മറന്നു പോകരുത്. ഇനി നമുക്ക് ഈ ഇന്റഗ്രലിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താലോ. അതായത് 1/π ഇന്റഗ്രൽ 0 ടു പൈ സൈൻ 1 പ്ലസ് ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് അടുത്തത് വീണ്ടും ഇന്റഗ്രൽ 0 ടു പൈ സൈൻ 1 മൈനസ് ഒമേഗ എക്സ് ഡി എക്സ്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഫസ്റ്റ് ടേം ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. 1/π അതുപോലെ നമുക്ക് പുറത്തിട്ടേക്കാം. അപ്പൊ ഇന്റഗ്രൽ സൈൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരുന്നത്? മൈനസ് കോസ് 1 പ്ലസ് ഒമേഗ എക്സ് ബൈ, ഇവിടെ നമ്മുടെ കോൺസ്റ്റന്റ് എന്താ? ഈ 1 പ്ലസ് ഒമേഗ എന്ന് പറയുന്ന ഈ ഒരു ടേം അല്ലെ. അപ്പൊ അത് ഇത്രയും നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതിയിരിക്കണം. ഇനി എന്താ ചെയ്യുന്നത്? നമ്മുടെ ലിമിറ്റ്സ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. 0 ടു പൈ പ്ലസ് ഇനി നമ്മുടെ ഈ സെക്കൻഡ് ടേം ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്തേ. അപ്പൊ എന്താ വരുന്നത്? ഇന്റഗ്രൽ സൈൻ ആണ് അവിടെയും. സോ മൈനസ് കോസ് 1 മൈനസ് ഒമേഗ എക്സ് ബൈ 1 മൈനസ് ഒമേഗ, ലിമിറ്റ്സ് ഇട്ട് കൊടുക്കുക 0 ടു പൈ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എക്സിന്റെ സ്ഥാനത്തെല്ലാം നമ്മുടെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/π ഫസ്റ്റ് ടേം നോക്കിക്കേ. ഇവിടുന്ന് നമുക്ക് ഈ 1 പ്ലസ് ഒമേഗ എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ ഇങ്ങ് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, എക്സ് ഉള്ളിടത്ത് മാത്രം നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ മൈനസ് കോസ് 1 പ്ലസ് ഒമേഗ എക്സിന്റെ സ്ഥാനത്ത് ആദ്യം നമ്മൾ പൈ ഇട്ട് കൊടുക്കുന്നു. പിന്നെ എന്ത് വരും? 0 ഇട്ട് കൊടുക്കണ്ടേ. അപ്പം ഈ മൈനസും ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന മൈനസും കൂടി പ്ലസ് ആയി പോവും. കോസ് 0 എന്ന് വരും അല്ലെ. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം.
അവിടെ നമ്മുടെ 1 മൈനസ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതിനെ ഇനി പുറത്തേക്ക് എടുക്കാം അല്ലേ? അപ്പോൾ 1/1 മൈനസ് ഒമേഗ അവിടെ കിടന്നോട്ടെ. ഇനി ബാക്കി മൈനസ് കോസ് 1 മൈനസ് ഒമേഗ എക്സിന്റെ സ്ഥാനത്ത് ആദ്യം പൈ ഇട്ട് കൊടുക്കുക. പിന്നെ എന്തുണ്ട്? എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കണം. മൈനസ് മൈനസും കൂടെ പ്ലസ് ആവും. കോസ് 0 എന്ന് വരും. അപ്പോൾ അടുത്തതിൽ നമുക്ക് ഇതിനെല്ലാം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാലോ? 1/π പുറത്തുണ്ട്. ഇനി ഈ ഒരു ടേം നോക്കിക്കേ, നമുക്ക് 1 മൈനസ് കോസ് 1 പ്ലസ് ഒമേഗ പൈ എന്ന് ഒറ്റയടിക്ക് എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 1 പ്ലസ് ഒമേഗ ഉണ്ട്. ഇനി ഈ സെക്കൻഡ് പാർട്ട് നോക്കിക്കേ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 1 മൈനസ് കോസ് 1 മൈനസ് ഒമേഗ പൈ ബൈ 1 മൈനസ് ഒമേഗ എന്ന് എഴുതാനായിട്ട് പറ്റും. ഈ കോസ് 0യുടെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ ഫുൾ സ്റ്റെപ്പിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പൈനെ എന്ത് ചെയ്യാം? അകത്തേക്ക് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് വരും നോക്കിക്കേ, അടുത്ത സ്റ്റെപ്പ് 1/π ഇൻറ്റു 1 മൈനസ് കോസ് പൈ പ്ലസ് പൈ ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ പ്ലസ് 1 മൈനസ് കോസ്, അവിടെയും പൈനെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ പൈ മൈനസ് പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ എന്ന് നമുക്ക് കിട്ടും. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇവിടെ കിടക്കുന്ന എന്താണ്? കോസ് പൈ പ്ലസ് എന്നുള്ള ഒരു ഫോമുല കിടക്കുന്നത്. അപ്പോൾ കോസ് പൈ പ്ലസ് തീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? മൈനസ് കോസ് തീറ്റയാണ്. അതുപോലെ ഇവിടെ നോക്കിക്കേ, കോസ് പൈ മൈനസ് എന്നുള്ള ഒരു ഫോമുല കിടക്കുന്നത്. കോസ് പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് അതും മൈനസ് കോസ് തീറ്റ തന്നെയാണ്. ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് ഏതാണെന്നേ ഉള്ളൂ, പൈ ഒമേഗയാണ് രണ്ടിടത്തും കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? 1/π ഇൻറ്റു 1 മൈനസ്, ഈ ഒരു സ്ഥാനത്ത് നമ്മൾ പറഞ്ഞു എന്താണ്? കോസ് പൈ പ്ലസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റയാണ്. തീറ്റയുടെ സ്ഥാനത്ത് പൈ ഒമേഗയാണ്. അപ്പൊ ഇവിടെ മൈനസ് കോസ് പൈ ഒമേഗ എന്ന് നമുക്ക് കിട്ടും ബൈ 1 പ്ലസ് ഒമേഗ. ഇതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഇവിടെ ഏതാ കിടക്കുന്നത്? കോസ് പൈ മൈനസ് തീറ്റ എന്നുള്ള ഫോമുല. അതിന്റെയും ആൻസർ എന്താ വരുന്നത്? മൈനസ് കോസ് തീറ്റ എന്ന് വരും. തീറ്റയുടെ സ്ഥാനത്ത് പൈ ഒമേഗ ആയതുകൊണ്ട് മൈനസ് കോസ് പൈ ഒമേഗ എന്ന് നമുക്ക് എഴുതാം ബൈ 1 മൈനസ് ഒമേഗ. അപ്പൊ ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? 1/π ഇൻറ്റു 1 പ്ലസ് കോസ് പൈ ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ പ്ലസ് 1 പ്ലസ് കോസ് പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ. അപ്പൊ ഇവിടെ രണ്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ 1 പ്ലസ് കോസ് പൈ ഒമേഗ എന്ന് പറയുന്നത് രണ്ടിടത്തും സെയിം ആയിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പൊ അതിനെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും? 1/π ഇൻറ്റു 1 പ്ലസ് കോസ് പൈ ഒമേഗയെ നമ്മളിങ്ങനെ പുറത്തേക്ക് എടുത്തു. അതവിടെ കിടന്നോട്ടെ. പിന്നെ ബ്രാക്കറ്റിന്റെ അകത്ത് എന്താ ഉള്ളത്? 1/1 പ്ലസ് ഒമേഗ പ്ലസ് 1/1 മൈനസ് ഒമേഗ. അപ്പൊ നമുക്ക് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം അടുത്ത സ്റ്റെപ്പിൽ. അപ്പൊ 1/π ഇൻറ്റു 1 പ്ലസ് കോസ് പൈ ഒമേഗ അതുപോലെ തന്നെ എഴുതി. ബ്രാക്കറ്റിന്റെ അകത്ത് നമുക്ക് LCM എടുക്കാം. അപ്പോൾ എന്ത് വരും? 1 മൈനസ് ഒമേഗ പ്ലസ് 1 പ്ലസ് ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ ഇൻറ്റു 1 മൈനസ് ഒമേഗ. അതായത് നമ്മൾ നോർമലി LCM എടുക്കുന്ന പോലെ എടുത്താൽ മതി. അപ്പൊ ഇവിടെ മൈനസ് ഒമേഗയും ഈ പ്ലസ് ഒമേഗയും കൂടി ക്യാൻസൽ ആയി പോകും അല്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം? 1/π ഇൻറ്റു 1 പ്ലസ് കോസ് പൈ ഒമേഗ. ബ്രാക്കറ്റിന്റെ അകത്ത് എന്ത് വരും? ഈ 1ഉം ഈ 1ഉം കൂടി ആഡ് ആവും. അപ്പൊ 2/1 മൈനസ് ഒമേഗ സ്ക്വയർ എന്നാണ് വരുന്നത്. ഡിനോമിനേറ്ററിൽ എങ്ങനെയാണ് 1 മൈനസ് ഒമേഗ സ്ക്വയർ വന്നത്? നമുക്കറിയാം a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്ന് പറയുന്നത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ ഇവിടെ കിടക്കുന്നത് 1 പ്ലസ് ഒമേഗ ഇൻറ്റു 1 മൈനസ് ഒമേഗ ആയതുകൊണ്ട് അതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 1 മൈനസ് ഒമേഗ സ്ക്വയർ എന്നിവിടെ എഴുതാൻ പറ്റും. നമ്മുടെ a ഓഫ് ഒമേഗ എന്ന് പറയുന്നതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് ആയിട്ടൊന്ന് എഴുതാം. അപ്പൊ ഇവിടെ 2 ഇൻറ്റു 1 പ്ലസ് കോസ് പൈ ഒമേഗ, ഇത്രയാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിനോമിനേറ്ററിൽ പൈ ഇൻറ്റു 1 മൈനസ് ഒമേഗ സ്ക്വയർ. ഇത് ഇത്രയും a ഓഫ് ഒമേഗയാണ് അല്ലെ? നമ്മളോട് ചോദിച്ചിരുന്നത് എന്താ ക്വസ്റ്റ്യനിൽ? ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ. അപ്പൊ ഈ a ഓഫ് ഒമേഗനെ നമ്മൾ f ഓഫ് എക്സിൽ ഫൈനലായിട്ട് ഇട്ട് കൊടുക്കണ്ടേ? അപ്പൊ ഇവിടെ നമുക്ക് a ഓഫ് ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 2 ഇൻറ്റു 1 പ്ലസ് കോസ് പൈ ഒമേഗ ബൈ പൈ ഇൻറ്റു 1 മൈനസ് ഒമേഗ സ്ക്വയർ. ബാക്കിയുള്ള ഈ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ അതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എഫ് ഓഫ് എക്സിനെ ഇവിടെ വെച്ച് നിങ്ങൾക്ക് നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ കോൺസ്റ്റൻസിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ 2/π ഇനി പുറത്ത് വരും. ഇവിടെ നമുക്ക് ഇന്റഗ്രലിന്റെ അകത്ത് ഡി ഒമേഗ അല്ലേ കിടക്കുന്നത്? അതുകൊണ്ട് ഒമേഗ ഉള്ള ടേംസിനെ ഇന്റഗ്രലിന്റെ അകത്ത് തന്നെ ഇട്ടിരിക്കണം. അപ്പൊ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 പ്ലസ് കോസ് പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഇങ്ങനെയാണ് നമുക്ക് ഫൈനലായിട്ട് ആൻസർ കിട്ടുന്നത്.